അതേസമയം താൻ നിരപരാധിയാണെന്ന നിലപാട് ഇന്നും ഡി മണി ആവർത്തിച്ചു. அதுக்கு எனக்கு 1% கூட சம்மந்தம் இல்லை. என்னை ஃபுல்லாக டேட்டா எடுத்துக்கிட்டோம், என்னை ஃபுல்லாக செக் பண்ணிக்கிட்டோம். அப்படி இருந்தால் என்ன தண்டனை எனக்கு கொடுக்கட்டும். அது யாரோ ஒருத்தருக்கு பேர் வச்சிருக்கு, நான் என்ன தம்பி செய்கிறது? நான் சாதாரண ஒரு ஃபேமிலி. எதுக்காக என்கிட்ட வராங்கன்னு தெரியல. கேவலம் ஏவரமே நான் பண்ணதில்லை இது வரைக்கும். என்னை ரொம்ப கஷ்டப்படுத்துகிறாங்க. 1% கூட என்னன்னு தெரியாமல் நான் உள்ளே போயிட்டுருக்கேன். இல்லை பிரதர், நான் சாமானிய ஆள். ஏடா நான் சூசைட் பண்ணி செத்துருவேன். போகணும். நான் வந்து நல்லவனை நிரூபிக்கணும்ல, எங்கேயாவது நல்லவன் ஆக முடியாது. ரைட்டா, கேரளா சேனல் இப்படி என்னை போட்டு கொச்சப்படுத்துறீங்க, தயவுசெய்து வேண்டாம். நீங்கள் பண்ணுற அளவுக்கு நான் பெரிய ஹீரோலாம் கிடையாதுங்க. நான் இந்த ஊருக்கு சின்ன கிராமத்தில் வாழ்கிற சின்ன ആള്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അഷ്കർ അലി കരിമ്പ, രണ്ടുപേരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. വികാരാധീനമായിട്ടുള്ള പ്രതികരണമൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു പ്ലോട്ടാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. SIT എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്, ആധികാരികത ഉറപ്പാക്കുന്നത്? ഇന്ന് ഈ രണ്ടുപേർക്കും കൂടുതലായി പറയാനുള്ളത് എന്താണ്? ഒന്നും അറിയില്ല എന്നാണോ? സുജയ, SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പക്ഷേ ബാലമുരുകൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയും. പക്ഷേ ഡി മണിയുടെ വാക്കുകൾ നമുക്ക് ഈ ഘട്ടത്തിലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ബാലമുരുകൻ്റെ വീട്ടിലേക്കാണ് ആദ്യമായി ദിണ്ടിഗലെത്തുമ്പോൾ SIT സംഘം എത്തുന്നത്. ബാലമുരുകൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ഡി മണി ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ SIT സംഘം വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള മലയാളി വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദിണ്ടിഗലിലേക്ക് അന്വേഷണം എത്തുന്നത്. ആ ഫോൺ നമ്പർ ഡി മണിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ SIT സംഘത്തിന് കൈമാറുന്നതും. ആ അന്വേഷണത്തിലാണ് ആ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകൻ്റെ പേരിലാണ്. അങ്ങനെയാണ് ഡി മണി എന്ന ബാലമുരുകനെ തേടി SIT ബാലമുരുകനെ വിട്ടെടുത്തത്. പക്ഷേ അപ്പോഴാണ് മണി എന്നയാൾ വേറെയാണെന്നും ബാലമുരുകൻ വേറെയാണെന്നും SITക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മണിയുടെ വിവരങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ച് പിന്നീട് മണി എന്നൊരു SIT സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ബാലമുരുകൻ്റെ വീട്ടിൽ നിന്നും 2.5 മണിക്കൂറോളം റെയ്ഡ് നടത്തിയെന്നാണ് ഇപ്പോൾ ബാലമുരുകൻ തന്നെ റിപ്പോർട്ടോട് വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ചെറിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട്. 6 വർഷം മുമ്പ് ചില ഭൂമികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി മണിയുമായി സഹായിക്കുകയും ചെയ്തു. മണിയുമായി സുഹൃത്ത് ബന്ധമുണ്ട്. അത് മാത്രമല്ല, താനൊരു ടൈലർ ജീവനക്കാരാണ്. തൻ്റെ പക്കൽ ഷർട്ടുകൾ തയ്ക്കുന്നതിന് വേണ്ടി മണി വരാറുമുണ്ട്. ആ ഘട്ടത്തിൽ ഈ ഭൂമി ഇടപാട് നടത്തുന്ന ഘട്ടത്തിൽ ഒരു 6 വർഷം മുമ്പാണ് ഇത്തരത്തിൽ മണി ആവശ്യപ്പെട്ട പ്രകാരം തൻ്റെ പേരിൽ ഒരു സിം എടുത്ത് മണിക്ക് നൽകിയത്. അത് പിന്നെ താൻ തന്നെ മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ പ്രശ്നം വരുമ്പോഴാണ് തനിക്ക് പോലും അത് ഓർമ്മ വരുന്നത്. അതല്ലാതെ മനഃപൂർവ്വം തനിക്കിതുമായി യാതൊരു ബന്ധമില്ല. കേരളത്തിൽ എവിടേക്കും ഞാൻ സഞ്ചരിച്ചിട്ടില്ല. ആകെ താൻ വരാറുള്ളത് ശബരിമലയിലേക്ക് മാത്രമാണ്. ഒരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ഞാൻ ശബരിമലയിൽ വരാറുണ്ട്. അതല്ലാതെ കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ല. താൻ കൂലിപ്പണിയെടുത്ത ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ വികാരാതീതനായി കരയുന്ന മണിയാണ്, ബാലമുരുകനാണ് നമ്മൾ കണ്ടത്. എന്നാൽ മണിയും സമാനമായ രീതിയിൽ വികാരാതീതനായി പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് പല വാക്കുകളിൽ പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ മൈക്കിന് മുമ്പിൽ തന്നെ വന്ന് മണി പറഞ്ഞത് എനിക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള. പക്ഷേ ഇന്ന് മണി വന്ന് പറഞ്ഞത് 30-ാം തീയതി അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 30-ാം തീയതി തിരുവനന്തപുരത്തെത്തി SIT ക്യാമ്പ് ഓഫീസറെത്തി മൊഴി നൽകും എന്നുള്ള മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലും വളർച്ചകളിലും ഒക്കെ തന്നെ ഏറെ ദുരൂഹതകളുമുണ്ട്. അതുകൊണ്ട് SIT 30-ാം തീയതി എടുക്കാൻ പോകുന്ന മൊഴികൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാവും. മാത്രമല്ല, ഈ ദിണ്ടിഗൽ കണക്ഷൻ പോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത മറ്റൊരു ജില്ലയാണ് വിരുദനഗർ. ആ വിരുദനഗറിലുള്ള ശ്രീകൃഷ്ണനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ ലൈൻ ഇനി ഡി മണിലേക്ക് കൂടി. അപ്പോൾ എന്തൊക്കെയാണ് പുറത്തേക്ക് വരേണ്ടത്? ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമോ? അതോ ഈ രണ്ടുപേർക്കും ഇതിലൊരു ബന്ധവുമില്ലേ? ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുകയില്ലേ? അതൊക്കെയാണ് അറിയേണ്ടത്. താങ്ക് യു. അഷ്കർ അലിയാണ് ഓരോ പുതിയ ഇൻപുട്ടുകളും പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.